അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തുകളിൽ അള്ളാഹു ആകാശത്ത് നിന്ന് മഴവെള്ളം ഇറക്കി അനുഗ്രഹിച്ചതിനെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് അതിലുള്ള ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പറയുകയായിരുന്നു. അക്കൂട്ടത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിനാവശ്യമായ ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടാവുന്നതിന് വെള്ളം അനിവാര്യമാണെന്ന് സൂചിപ്പിച്ചു. എന്നാൽ വെള്ളം മാത്രം പോരല്ലോ, ചെടികളുടെയും വൃക്ഷങ്ങളുടെയും ഒക്കെ വളർച്ചയ്ക്കും ഉൽപാദനത്തിനും ആവശ്യമായ മറ്റു പല പ്രതിഭാസങ്ങളെയും അള്ളാഹു പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് സൂചിപ്പിക്കുകയാണ് ഇനിയുള്ള 5 ആയത്തുകളിൽ. അതിൽപ്പെട്ട 2 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. രാപ്പകലുകൾ, സൂര്യചന്ദ്രന്മാർ, നക്ഷത്രങ്ങൾ ആകൃതിയിലും പ്രകൃതിയിലും ഗുണത്തിലും രുചിയിലുമൊക്കെ ഒന്നിനൊന്ന് വ്യത്യാസപ്പെട്ട് കിടക്കുന്ന ഭൂമിയിലെ വിവിധ ഫലങ്ങളും വിത്തുകളും ഒക്കെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെയും കഴിവിനെയും കുറിച്ച് ആലോചിക്കുകയും ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് പറയുന്ന 12, 13 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. വസഖറ ലക്കുമുൽ ലൈല വന്നഹാറ, രാത്രിയെയും പകലിനെയും അവൻ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. വശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും. വന്നുജൂമു മുസഖറാത്തും ബി അംരിഹി, നക്ഷത്രങ്ങളും അവൻ്റെ കൽപ്പനക്കനുസരിച്ച് വിധേയമാക്കപ്പെട്ടിരിക്കുന്നു. സഖറ എന്നാൽ കീഴ്പ്പെടുത്തി തന്നു എന്നാണ്. ഇവിടെ രാപ്പകലുകളെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ആവശ്യത്തിനു വേണ്ടി അവയെ അള്ളാഹു സൗകര്യപ്പെടുത്തി തന്നിരിക്കുന്നു എന്നാണ്. മുസഖറാത്തുൻ എന്ന് പറഞ്ഞതും സഖറ എന്നതിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കീഴ്പ്പെടുത്തി തന്നവ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യഅഖിലൂൻ, ബുദ്ധിപൂർവം ഗ്രഹിക്കുന്നവർക്ക് ഇതിലൊക്കെയും ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. രാപ്പകലുകൾ മാറി മാറി വരുന്നതും സൂര്യനും ചന്ദ്രനും ചുറ്റിക്കറങ്ങി മാറി മാറി വരുന്നതുമൊക്കെ മനുഷ്യരടക്കമുള്ള ഭൂമിയിലെ ജീവികളുടെ വാസം സാധ്യമാകുവാൻ അനിവാര്യമാണെന്ന കാര്യങ്ങളൊക്കെ ഏവർക്കും അറിയുന്ന, ശാസ്ത്രീയമായി മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പകലില്ലാതെ തുടർച്ചയായി രാത്രിയോ രാത്രിയില്ലാതെ തുടർച്ചയായി പകലോ ആണ് അള്ളാഹു നൽകിയത് എങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്. രാപ്പകലുകൾ മാറി മാറി വരുന്നത് സൂര്യചന്ദ്രന്മാരുടെ ഭ്രമണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആകാശത്തിലെ നക്ഷത്രഗോളങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. നക്ഷത്രങ്ങൾ എല്ലാ കാലത്തും മനുഷ്യന് സമയവും കാലവും നിർണ്ണയിക്കാനും മറ്റും ഉപകരിക്കുന്നു. ഈ പറഞ്ഞതൊക്കെയും ഭൂമിയിലെ ആവാസ വ്യവസ്ഥയുമായി പലതരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ ഇക്കാര്യങ്ങളിലൊക്കെ വളരെ പരിമിതമായ അറിവുകളെ മനുഷ്യന് ആർജിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഖുർആൻ ശാസ്ത്രം വിവരിക്കാനുള്ള ഗ്രന്ഥമല്ല. എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് അള്ളാഹു പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെക്കുറിച്ച് വിവരിക്കുകയാണ്. എന്നിട്ടും ഇതിനെക്കുറിച്ചൊക്കെ ചെറിയ ചെറിയ അറിവുകൾ മാത്രം നേടിയ മനുഷ്യൻ അഹങ്കാരിയും ധിക്കാരിയുമായി കൊണ്ട് വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ കളിയാക്കുന്നു എന്നതിന് തെളിവാണ് ഖുർആനിൽ ഭൂമി പരന്നിട്ടാണ് എന്ന് പറയുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അല്പബുദ്ധികളും അല്പജ്ഞാനികളുമായ മനുഷ്യരെ നമുക്കിടയിലും കാണാൻ കഴിയുന്നു എന്നത്. ആകാശത്തിലെ പ്രതിഭാസത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം ഇനി ഭൂമിയിലെ ഒരു പ്രതിഭാസത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഒമാ ദറഅ ലക്കും ഫിൽ അർളി, ഭൂമിയിൽ അവൻ നിങ്ങൾക്കായി സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളതും, ഒമാ ദറഅ അവൻ സൃഷ്ടിച്ചിട്ടുള്ളതും, ലക്കും നിങ്ങൾക്കായി, ഫിൽ അർളി ഭൂമിയിൽ സൃഷ്ടിച്ചു വെച്ച വസ്തുക്കൾ ധാരാളമുണ്ടല്ലോ ഭൂമിയിൽ എന്നാണ് പറയുന്നത്. മുഖ്തലിഫൻ അൽവാനുഹു, വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള, അള്ളാഹു വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള ധാരാളം വസ്തുക്കളെ ഭൂമിയിൽ നിങ്ങൾക്കായി സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഭൂമിയിലെ സസ്യങ്ങളും പഴങ്ങളും അടങ്ങുന്ന എല്ലാവിധ വിഭവങ്ങളും അതിൽപ്പെടും. അൽവാൻ എന്ന് പറഞ്ഞാൽ വർണ്ണങ്ങൾ എന്നാണ് അർത്ഥം. നിറം എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഗുണവും മണവും രുചിയും ആകൃതിയും പ്രകൃതിയുമൊക്കെ ഈ വർണ്ണവ്യത്യാസങ്ങളിൽ പെടുന്നു. അത്തരത്തിലുള്ള എണ്ണിയാൽ തീരാത്ത വൈവിധ്യങ്ങളല്ലേ ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഉപയോഗിക്കുന്ന മനുഷ്യർ ഇതിൻ്റെ പിന്നിലെ സൃഷ്ടാവിൻ്റെ ശക്തിയെയും കഴിവിനെയും യുക്തിയെയും അറിയാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ശ്രമിക്കുന്നുണ്ടോ
എന്നാൽ ഇന്ന ഫീ ദാലിക ലആയത്തൻ ലിഖൗമി യദ്ദക്കറൂൻ, ഉത്ബോധനം സ്വീകരിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് തീർച്ചയായും ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. ഈ അനുഗ്രഹങ്ങളൊക്കെ സൃഷ്ടിച്ച് ഒരുക്കി തന്ന റബ്ബിനെ ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതിനു പകരം യാതൊന്നിനും കഴിവില്ലാത്ത വസ്തുക്കളെ ദൈവങ്ങളായി ആരാധിക്കുന്നവർ എത്രമാത്രം വിവരദോഷികളും നന്ദി കെട്ടവരുമാണ് എന്ന് ഈ ഉത്ബോധനങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാവാത്ത മുശ്രിക്കുകൾക്കുള്ള താക്കീതും കൂടി ഈ പറയുന്നതിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.